അതെ. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ റീചാർജ് ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് 28 ദിവസം വരുന്നത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ച് ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും. പക്ഷെ ഇത് അറിയത്തില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ചില സബ്സ്ക്രിപ്ഷനും അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏകദേശം 28 ദിവസമാണ് നമുക്ക് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് തരാറുണ്ടല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു വർഷത്തിൽ ഏകദേശം 365 ദിവസമാണല്ലോ വരുന്നത്. അപ്പം 365 ഡിവൈഡ് ബൈ 28 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 13 പോയിന്റ് സംതിങ് നമുക്ക് വരും. അതായത് നമ്മൾ ഒരു വർഷത്തിൽ നമുക്ക് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 13 തവണ, അതായത് നമ്മൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 തവണയല്ലേ വരുന്നുള്ളൂ. അതിനേക്കാളും ഒരു മാസം കൂടെ കൂടുതൽ നമ്മൾ റീചാർജ് ചെയ്യണം, ഫോണൊക്കെ റീചാർജ് ചെയ്യുമ്പോഴാണെങ്കിൽ. അപ്പം ഒരു വർഷത്തിൽ നമ്മൾ 13 തവണയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് 28 ദിവസം ഈ മൊബൈൽ റീചാർജും അതേപോലെ തന്നെ ചില സബ്സ്ക്രിപ്ഷനും, അതായത് നെറ്റ്ഫ്ലിക്സ് അല്ല, അതേപോലെ കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് 28 ദിവസം നമുക്ക് തരുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് അവർക്ക് 13 തവണ റീചാർജ് ചെയ്യും. 12 തവണ കിട്ടുന്നതിനേക്കാളും ഒരു മാസം കൂടെ കൂടുതൽ കിട്ടി 13 തവണ റീചാർജ് ചെയ്യും. ഈ ഒരു കാരണം കൊണ്ടാണ്. ഇത് കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും. ഇത് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ.